ഏത് മൂഡ്? ഫ്രണ്ട്സ് മൂഡ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ PG പഠിക്കുമ്പോൾ നമ്മളൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ നിന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകാമെന്ന്. ഞങ്ങൾ 7 പേര് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം 6 പേരെ. ഒരാൾ നാട്ടിലില്ലാത്തതുകൊണ്ട് 6 പേര് കാസർഗോഡ് ഒരു ബീച്ചിൽ നമ്മൾ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെതാ നമ്മൾ സുന്ദരികളായത്. സുന്ദരിയായത് എൻ്റെ മോള് സുന്ദരിയായോ? ആരെ കാണാൻ പോന്നെ? ഫ്രണ്ടിനെ, അമ്മയുടെ ഫ്രണ്ടിനെ കാണാൻ പോന്നെ. ആരാ? അമ്മയുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട്. സുന്ദരിയേ, സുന്ദരി. പൂമ്പാറ്റ. അപ്പൊ ഇന്ന് കൊറേ ഫ്രണ്ട്സ് കിട്ടും എനിക്ക്. എല്ലാരെയും പിള്ളേരാകുമ്പോ ആറാൾക്കും ഓരോ പിള്ളേരുണ്ട്. അപ്പൊ ഇവിടേക്ക് കൊറേ പുതിയ ഫ്രണ്ട്സ് കിട്ടും അല്ലെ? അപ്പൊ പറയും പിന്നെ കാണാൻ പറയും. അപ്പൊ നമുക്ക് പോവാം. അമ്മന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാ. പോന്ന് പറയും. പോന്ന് നമ്മ അവിടെ കാണാൻ പറയും. എനിക്ക് കാസർഗോഡ് കാണാൻ പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയും നമ്മളൊരു ഫ്രണ്ട്സ് ഗ്യാങ് മീറ്റപ്പ് ചെയ്യുന്നത് ചെറിയ ചെറിയ സംഭവങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളത്. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിയിട്ടാ. നമ്മൾ ഇപ്പോൾ 3 പേരെ വന്നിട്ടുള്ളൂ, ബാക്കി 2 പേരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് കല്യാണം ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളതിന് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുഡ് മേടിക്കണം. ഫുഡ് മേടിച്ചിട്ട് നമുക്ക് അവിടെ ബീച്ചിൻ്റെ സൈഡ് കഴിക്കാമെന്നുള്ള പ്ലാനാണ്. അത് ആൾ ഫുഡെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്, ഹർഷിത. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിനി ബീച്ചിൽ പോകാമെന്നുള്ള പ്ലാനാണ്. ഓട്ടോയിലാണ് പോകുന്നത്. അത്ര ജസ്റ്റ് ഒരു കാസർഗോഡ് നിന്ന് ജസ്റ്റ് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ചമ്മലാണ്. റുക്സാനക്കാണ് ഏറ്റവും വലിയ ചമ്മലുള്ളത്. കുറേ വർഷമായിട്ടാണ് നമ്മളൊന്ന് എല്ലാവരും ഒത്തുകൂടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ റുക്സാനൻ്റെ കല്യാണത്തിനായിരിക്കും ഞങ്ങൾ 3-4 ആൾക്കാർ ഒത്തുകൂടിയത്. അല്ലാത്ത ഒന്നുമില്ല. ഓരോരാൾ ഓരോ സൈഡ് പോയിട്ട് നമ്മൾ ബീച്ചിൻ്റെ സ്ഥലത്തേക്ക് എത്തി. ഒരു നല്ല സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ നടത്തം. അവർ രണ്ടുപേരും അങ്ങോട്ട് എത്തിയിട്ടാ. ഫുഡ് കയ്യിൽ സെറ്റ് ആയിട്ടുണ്ട്. അതിനൊരു നല്ല സ്ഥലം കിട്ടിയാൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കും. വരുന്നുണ്ട് അവിടെ പെട്ട് ജ്യൂസിൻ്റെ കുപ്പി കണ്ടു. വരുന്നില്ല. അങ്ങനെ നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലം തപ്പിപ്പിടിച്ച് വന്നതാണ്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ വെയിലുമില്ല, അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനും പറ്റിയ സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ സ്ഥലം സെറ്റ് ചെയ്തിട്ടായി. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഉറപ്പുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ നല്ല സ്ഥലമൊന്നും കിട്ടൂല എന്തായാലും. അതുകൊണ്ട് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ സെപ്പറേറ്റ് സെറ്റാക്കി വന്നിട്ടുണ്ടായിരുന്നു. വെയിലാണ് പ്രശ്നം. നല്ല വെയിൽ, മൊത്തത്തിൽ വെയിലാണ്. പക്ഷേ ഏറ്റവും കുറവ് വെയിൽ ഞാൻ കണ്ടത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് ബെഡ്ഷീറ്റൊക്കെ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ നമ്മളെ പിള്ളേരാണ് മെയിൻ. നമ്മൾ ഒന്ന് സെറ്റായി വെക്കാമെന്ന് അപ്പോഴത്തേക്ക് വരും പിള്ളേർ അതിൻ്റെ ശല്യം ചെയ്യാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ ആയിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് സെറ്റാക്കി പിരിച്ചെടുത്തുട്ടാ. ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തിരുന്നായിരുന്നു. നമ്മൾ കുറേ 4 വർഷമായി PG കഴിഞ്ഞിട്ട്. ആ സമയത്ത് നമ്മളുണ്ടായ വൈബ്, പക്ഷെ ആർക്കും വൈബൊന്നും പോയിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളായപ്പോൾ ഓരോരാളിങ്ങനെ ഏടിയും പോകുന്നില്ല. ഇങ്ങനെ ഫോണെല്ലാം വിളിച്ചു പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് വീട്ടിൽ തന്നെയാണ്. അങ്ങനെ നമുക്ക് നല്ല സ്ഥലം കിട്ടി. നല്ല സ്ഥലം ഒന്നല്ല, പക്ഷേ ഇട്ടതിൽ വെച്ചിട്ട് വീഡിയോ സെൽഫി എടുക്കാം. ഫുഡെല്ലാം കഴിച്ചിട്ട് ഉള്ളതിൽ വെച്ചിട്ട് നല്ല സ്ഥലം കിട്ടിയിട്ട് നമ്മുടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഹർഷിത, സബിത, റുക്സാന, സജി, ഹയക്ക്. സജി എന്നെ ഒരാൾ കൂടി ഉണ്ട്. റുക്സാനക്ക് നാണക്കേട് കേട്ടാ. നമ്മൾ ഫുഡെല്ലാം എടുത്തതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു. ശരിക്കും നമ്മൾ ഹോട്ടലിൽ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത്, പിന്നെ ഒന്ന് മാറ്റിയത്. പക്ഷേ ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു. ഇങ്ങനെ ചുറ്റും ഇരുന്നിട്ട് കഴിക്കുന്നത് നല്ല രസമുണ്ട്. നമ്മൾ ക്ലാസ് റൂമിൽ എല്ലാവരും ഇങ്ങനെ ചുറ്റും ഇരുന്ന് കഴിക്കുന്നില്ലേ, അതേ ഫീൽ കിട്ടിയിട്ടാണ്. സൗമ്യക്ക് ശരിക്കും നഷ്ടമാണ്. അവളൊരു കല്യാണത്തിന് പോയതുകൊണ്ട് അവൾ ഫുഡ് കഴിക്കാൻ ഉണ്ടായിട്ടായിരുന്നു. നീ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൗമ്യ നല്ല മിസ്സായി. നിനക്ക് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, പിള്ളേരെ മാനേജ് ചെയ്യുന്ന ആളാണ് ഹർഷിതയായിരുന്നു. പിള്ളേരെന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട് പോകും. നമുക്ക് ബീച്ചിനേക്കാളും കുറച്ച് ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് പിള്ളേർക്ക് കടയിൽ അങ്ങനെ ഇങ്ങനെ അടുത്ത് കാണാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു ഓട്ടം ഉണ്ട്. അല്ലാണ്ട് ഫുള്ളായിട്ട് അവിടെ തന്നെ പോകണമെന്ന് വാശി അടിച്ചിട്ടൊന്നുമില്ല. അതൊരു ഭാഗ്യമായി. ശരിക്കും പറഞ്ഞാൽ യൂട്ടിക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ്. അവൾ അങ്ങോട്ടേക്ക് ഓടും. അത്
മനസ്സിലായിട്ട് അവിടെ വെള്ളം അങ്ങനെ അത്രയൊന്നും മനസ്സിലായിട്ട് അതുകൊണ്ടൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൾ നിൽക്കുന്നു. പിന്നെ എന്താ പിള്ളേർ 3-4 പിള്ളേരുണ്ടായതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു തോണ്ടലും പിടിക്കലും വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു. എന്തായാലും പൊയ്യ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ആ പൊയ്യലും കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ പണ്ടത്തെ കഥയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ശരിക്കും തയ്യാക്ക് റുക്സാനൊക്കെ ഭയങ്കര നാണക്കെടാണ്. ഞാൻ അവളോട് പറയലുണ്ട്, എൻ്റെ വീഡിയോസ് അങ്ങനെ ആരും കാണില്ലല്ലോ, 100-200 ആൾ കണ്ടാലായി, അതുകൊണ്ട് നീ ഫേസെല്ലാം കാണിച്ചിരിക്കുന്നു ഞാൻ പറയലുണ്ട്. പക്ഷെ അവൾക്ക് ഭയങ്കര ചമ്മലായിരുന്നു. എന്തായാലും നമ്മൾ കഥയെല്ലാം പറഞ്ഞിട്ട് സൗമ്യനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട എന്തെങ്കിലും. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് എത്തിയാളും കൂടി എത്തി നമുക്ക് കൊണ്ടുവന്നു ബിങ്കോ. സൗമ്യ ലിപ്സ്റ്റിക് ഇട്ടിട്ടേ അങ്ങനെ സൗമ്യ കൊണ്ടുവന്ന ബിങ്കോവും കഴിച്ച് നമ്മൾ ഇരിക്കാട്ടാ. ശരിക്കും ഇതെല്ലാം എന്താ പറഞ്ഞ് നമ്മൾ ഡിഗ്രിയും പി ജി ഒക്കെ പഠിക്കും. നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോഴുള്ള ഗ്യാങ് തന്നെയാണ്. പി ജിക്കും സെയിം സെറ്റാന്ന് കിട്ടിയിട്ടുണ്ടായത്. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്നില്ല ചോക്ലേറ്റ് കഴിക്കുന്നത്, എന്തൊക്കെയോ ഓർമ്മകളുണ്ടല്ലോ. അതെല്ലാം ഇന്ന് നമ്മൾ പിന്നെയും വീണ്ടെടുത്തുട്ടാ. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഈ സ്ഥലത്ത് തന്നെ ഇരുന്ന് നമ്മൾ വട്ടത്തിലിരുന്ന് സംസാരിച്ചും കളിച്ചും ചിരിച്ചും നിന്നിട്ടുണ്ടായിരുന്നു. ശരി, പിന്നെയാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയത്. ശരിക്കും 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് ബീച്ചിലേക്ക് ഇറങ്ങിയത്. നമ്മൾ ഏകദേശം ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഇടത്തിനായിരുന്നു. പിന്നെ ആ റോട്ടിലൂടെ നടത്തവും പിന്നെ അവിടെ ഇരുന്നിട്ട് കഥ പറച്ചിലും എല്ലാം ആയിരുന്നു കേട്ടോ. ഇത് ഇവളാണ് എൻ്റെ എക്സ്പ്രഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ. ഞാൻ എന്ത് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞാലും ആൾ ഇട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോത്തിന് പറ്റിയ ഏകദേശം ഒരു നല്ല മൊമെൻ്റെല്ലാം ഉണ്ടാക്കി തന്ന ആളാണ് സൗമ്യ. സൗമ്യ നിന്നോട് ഞാൻ താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ അതാ 4 മണിക്ക് ശേഷമാണ് ബീച്ചിലേക്ക് ഇറങ്ങിയത്. ബീച്ചിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ശരിക്കും ഈ മീറ്റപ്പ് എടുത്തൊക്കെയോ ഏകദേശം ഒരു വയനാട് വരെ എത്തിയിട്ടുണ്ട് പോവാന്ന് പറഞ്ഞൊരു പ്ലാൻ ചെയ്തിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇന്ന് ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ ശനിയാഴ്ച തീരുമാനിച്ചു, ഞായറാഴ്ച വന്നു കണ്ടു. ഇതാ നമ്മളൊത്ത് കൂടിയിട്ടാണ്. ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിന്. ഇങ്ങനെ വർഷത്തിലെങ്കിലും ഒരു തവണയെങ്കിലും കൂടുന്നത് നല്ലതാണ്. ഞാൻ പറയലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിലിട്ട് നമുക്കൊന്ന് കാണാം. പ്ലാൻ ചെയ്യുമെങ്കിൽ അതൊന്നും നടക്കലില്ല. പിന്നെ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത്. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഒന്ന് നാട്ടിലേക്ക് വന്നിട്ട് നമ്മളാണ് ഒരു പ്ലാനിങ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങും. പക്ഷേ ഇതെന്താണെന്നറിയില്ല, എന്തോ ഭാഗ്യത്തിന് സെറ്റായിട്ടുണ്ട്. എന്തായാലും കുഞ്ഞ് മീറ്റപ്പ് ആണെങ്കിൽ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിന്. പിന്നെ റീൽസ് എടുത്തും ഫോട്ടോ എടുത്തും ഇങ്ങനെ ടൈം കഴിഞ്ഞു കേട്ടോ. റീൽസ് നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നടന്നിട്ടാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ എടുക്കാം, റീൽസ് എടുക്കാം, ഇങ്ങനെ എടുക്കാമെന്നുണ്ടായി. പക്ഷേ ബീച്ചിലെത്തിയ ശേഷം പറഞ്ഞില്ലേ, പിള്ളേർ ഭയങ്കര മാനേജ് ചെയ്യാൻ പറ്റിയിട്ട്. അതുകൊണ്ട് റീൽസ് ആ സമയത്ത് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. 1-2 കുഞ്ഞു റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അപ്പുറത്ത് കുറേ ആൾക്കാരുണ്ടായിട്ട് അവരോട് ഒന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞു. അതുകൊണ്ട് 1-2 ഫോട്ടോസ് നല്ലത് കിട്ടി, അല്ലാത്തൊന്നും കിട്ടിയിട്ടാട്ടോ. പിന്നെ നമ്മൾ ഏകദേശം ഒരു 4:45 മടങ്ങാമെന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ പിള്ളേർ വെള്ളത്തിലേക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. എന്തുകൊണ്ടും ഈ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഞങ്ങൾ 6 പേര് എൻജോയ് ചെയ്തിന് കേട്ടോ. നമ്മളെ പിള്ളേരും എൻജോയ് ചെയ്തിന്. പിന്നെ ഷീബേനെ മിസ്സായിട്ടുണ്ട്. ഷീബ ഗൾഫിലായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെന്താ, ഇനിയും നമ്മൾക്കിങ്ങനെ മീറ്റപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ. അങ്ങനെ ഇന്നത്തെ ഡേ അടിച്ച് പൊളിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ മടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയും ബൈ ബൈ.